ലോകകപ്പിന് മുൻപുള്ള അവസാന 2020 മത്സരത്തിന് ഇന്ത്യ ന്യൂസിലാൻഡും കാര്യവട്ടത്ത് ഇറങ്ങാൻ പോവുകയാണ്. സഞ്ജു സാംസൺ ഇത്തവണ തിരുവനന്തപുരത്ത് കളിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ ഉള്ളത്. രാത്രി 7 മണിക്കാണ് മത്സരം നടക്കാൻ പോകുന്നത്. TS ഹരികൃഷ്ണൻ തത്സമയം ചേരുന്നുണ്ട്. ഹരി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തെ തലസ്ഥാനത്തേക്ക് അങ്ങനെ ക്രിക്കറ്റ് മത്സരം എത്തുമ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജു ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഇന്ത്യൻ ജേഴ്സിയിലാണ് സഞ്ജു ഇറങ്ങുന്നത്. ആദ്യമായി അങ്ങനെ ഒരു അവസരം കൂടി മലയാളിക്ക് ലഭ്യമാകുന്നു. തലസ്ഥാനത്ത് തന്നെ സ്വന്തം സ്ഥലത്ത്, സ്വന്തം ഹോം ഗ്രൗണ്ടാണ്, അവിടെയാണ് മത്സരം നടക്കാൻ പോകുന്നത്. അതേപോലെ ആദ്യ മത്സരങ്ങളിൽ സഞ്ജു ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി വലിയ തോതിൽ ആരാധകരെ നിരാശപ്പെടുത്തി. അവസാന മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഒരു വെടിക്കെട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. സഞ്ജു ഇറങ്ങുമോ എന്ന് ആദ്യം നമുക്കറിയണമല്ലോ. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? സഞ്ജു അവസാന 11-ൽ ഉണ്ടാകുമോ എന്നുള്ളത് ടോസ് ഇടുമ്പോഴാണ് നമുക്ക് ഔദ്യോഗികമായി പറയാൻ പറ്റുക. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇന്ന് സഞ്ജു 11-ൽ ഉണ്ടാകും എന്നുള്ളത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ പറയുന്നതാണ്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആവേശത്തിലാണ്. ഒരു 3 മണിയോടുകൂടിയാണ് ആരാധകരെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഗ്രൗണ്ടിലേക്ക് ആരാധകർ പ്രവേശിക്കുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് പോലീസിന്റെ പരിശോധന കഴിഞ്ഞിട്ടാണ് കാണികൾ എല്ലാവരും തന്നെ 3 മണിയോടുകൂടി അകത്തേക്ക് കയറുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കാര്യവട്ടത്തെ നീലക്കടലാണ്. നീലക്കടൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ മത്സരം 2 വർഷത്തിന് ശേഷമാണ് കാര്യവട്ടത്ത് ഇന്ത്യൻ പുരുഷ ടീമിന്റെ ഒരു അന്താരാഷ്ട്ര മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു ആവേശം എന്തായാലും കാര്യവട്ടത്ത് കാണാൻ കഴിയും. നമ്മുടെ ഫ്രെയിം അങ്ങോട്ട് പോയപ്പോൾ തന്നെ സഞ്ജു എന്നുള്ള വിളിയാണ് അവിടെ കേൾക്കുന്നത്. അപ്പോൾ എന്തിനായിരിക്കും ആരാധകർ ഇവിടെ വന്നത്? അതായത് 4 മത്സരങ്ങളിൽ 3 മത്സരവും ജയിച്ചതിന് ശേഷം ഇന്ത്യ 5ാമത്തെ മത്സരത്തിൽ വരുമ്പോൾ ഓൾറെഡി പരമ്പര സ്വന്തമാക്കി വന്നു. അപ്പോൾ ഈ മത്സരത്തിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ അത് ഒറ്റ ഉത്തരേ ഉള്ളൂ, 2 അക്ഷരമേ ഉള്ളൂ. ഇന്ന് സഞ്ജുവിന് കിട്ടി പോയി വെച്ചാണ്, അത്രേ ഉള്ളൂ. സഞ്ജു ഇതുവരെ കഴിച്ച 4 കളി അങ്ങ് മറന്നേക്ക്. ഇന്ന് നമ്മുടെ നാട്ടിലെ സഞ്ജു ഇന്ന് പൊളിച്ചടിച്ച് തകർക്കും. സഞ്ജുവിന്റെ തീപ്പൊരി പോരാട്ടം, 6 മഴ ഉറപ്പാണ്. സഞ്ജു അഭിഷേകം കൂടെ ഇന്ന് ഒരു 250 സ്കോർ ചെയ്യും. അല്ല, അഭിഷേകം ഉണ്ടാവോ? അഭിഷേകം തീർച്ചയായിട്ടും ഉണ്ടാവും. അഭിഷേകം സഞ്ജു തന്നെ ഓപ്പണിംഗ് ചെയ്യും, ഉറപ്പാണ്. അതോ ഇഷാൻ കിഷൻ ചെയ്യും? ഇഷാനൊക്കെ വണ്ടാവും, ഇന്ത്യക്ക് തന്നെ വണ്ടാവും. അപ്പൊ ഇതുവരെയുള്ള സഞ്ജുവിന്റെ ഇതിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സഞ്ജുവിന്റെ പെർഫോമൻസ് ലോകകപ്പ് ടീമിലുള്ള സഞ്ജുവാണ്. പക്ഷേ സഞ്ജുവിനാ ടോപ്പ് ഇന്ത്യൻ പ്ലേയേഴ്സ്. അല്ല, ലോകകപ്പിന് മുമ്പുള്ള ഒരു അവസാനത്തെ പരമ്പരയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് എല്ലാവരും നിരീക്ഷിക്കും. അടുത്ത ലോകകപ്പിനുള്ള 11-ലൊക്കെ അത് വലിയ ഘടകമാണ്. പക്ഷെ അതിലാണ് സഞ്ജുവിന്റെ മോശം പെർഫോമൻസ് വന്നത്. സ്കൈ തന്നെ 3 ഡക്കായിട്ട് ഇപ്പൊ നല്ല കളി കളിക്കണല്ലേ. 3 ഡക്കുണ്ട്. സ്കൈ 3 കളി, ആദ്യത്തെ 3 കളി, 2 ലാസ്റ്റ് 2 കളി 4 കളിയല്ലേ. അത് തന്നെ നന്നായിരിക്കും, സൂപ്പർ ആയിരിക്കും. സഞ്ജുവിന് ഇവിടെ കളിക്കും, ഉറപ്പാണ്. ശരി, അപ്പൊ നമ്മള് 3 മണിക്കായിരിക്കും നിങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നത്. അപ്പൊ ഇന്നത്തെ നിങ്ങൾ വന്നപ്പോൾ ഉള്ള കാഴ്ച, ആ ഒരു ആവേശമൊക്കെ എങ്ങനെയുണ്ട്? പൊളി മൂട്. ഞങ്ങള് എറണാകുളം. ടിക്കറ്റ് ആദ്യമേ കിട്ടിയോ? ഇല്ല, കുറെ കഷ്ടപ്പെട്ടിട്ട് ഓൺലൈനിൽ എടുത്തു. മലപ്പുറം നിലമ്പൂര്. എങ്ങനെ എത്തിയേ? ട്രെയിൻ വന്നു. രാജറാണി സ്റ്റേ ചെയ്തു. രാവിലെ സ്റ്റേ ചെയ്തു, റൂമിൽ സ്റ്റേ ചെയ്തു. ഇപ്പൊ വന്നു. ഓക്കെ. അപ്പൊ ഇത് കണ്ടത് നമ്മൾ എറണാകുളത്തുനിന്നും മലപ്പുറത്തുനിന്നും ഒക്കെ വന്ന ആളുകളാണ്. കാര്യവട്ടം ഞാൻ പറഞ്ഞില്ലേ, ഈ 2 വർഷത്തിന് ശേഷം ഒരു അന്താരാഷ്ട്ര മത്സരം വരുമ്പോൾ, അതായത് ഇന്ത്യൻ പുരുഷ ടീമിന്റെ അന്താരാഷ്ട്ര മത്സരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ആവേശം കാര്യവട്ടത്ത് കാണും. ചേട്ടാ, നിങ്ങളൊക്കെ എവിടെ നിന്നാ വന്നേ? സഞ്ജുവിന്റെ മത്സരം കാണാനാണോ നിങ്ങൾ വന്നത്? അത് ഇന്ത്യൻ ടീമിന്റെ മത്സരം കാണാനോ? സ്പെഷ്യലാണ്. സഞ്ജുവിന്റെ കളി കാണണം, അതിനുവേണ്ടിയാണ് പ്രത്യേകിച്ച് വരുന്നത്. 4 മത്സരങ്ങളിൽ മോശം പറയണ വിഷമമുണ്ടോ? തീർച്ചയായിട്ടും വിഷമമുണ്ട്, കുഴപ്പമില്ല. ഈ കളി പൊളിക്കും സഞ്ജു, നമുക്ക് വിശ്വാസമുണ്ട്. ഇല്ല, ഞങ്ങൾ ഇന്ത്യയുടെ കളിയാണ്. അതെ, സഞ്ജു ഉൾപ്പെടെ ഉണ്ടല്ലോ ഇന്ത്യയിൽ. നമ്മൾ ഇന്ത്യയുടെ ധോണിയുള്ള തല പോലീസ്. ധോണി അതെ, നമ്മുടെ ഇന്ത്യൻ ടീം CSK ആണല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യയുടെ കളിയാണ്. അപ്പൊ അതിൽ സഞ്ജു ഉണ്ടാവും. ഇന്ന് സഞ്ജുവിന്റെ കളിയും ഉണ്ടല്ലോ. ചിലപ്പോ IPL ഒക്കെ ചിലപ്പോ കാര്യവട്ടത്ത് വന്നാലോ? എന്തായാലും പോകും, എന്തായാലും വരും, ഉറപ്പായിട്ടും വരും. CSK ഫാൻ സഞ്ജു കളിക്കട്ടെ. ഹോപ്പ്ഫുള്ളി നല്ലൊരു മാച്ച്, വേൾഡ് കപ്പിന് മുന്നേ ഒരു കോൺഫിഡൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു മാച്ച് കളിക്കുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ സഞ്ജുന് എന്താ പറ്റിയത്? സഞ്ജുനോട് ചോദിക്കേണ്ടി വരും. പറ്റിട്ടൊന്നുമില്ല, അത് പ്രഷർ ഉണ്ടാകും കുറച്ച്. അതൊക്കെ ഓരോ പ്ലേയേഴ്സിന്റെ പേഴ്സണൽ അവർക്ക് കളിക്കാറുണ്ടോ? കളിക്കാറുണ്ട്.
പിന്നെ ഇവിടെയുള്ള ഒരു വന്ന വരവിലുള്ള കാഴ്ചകളൊക്കെ എന്തായിട്ട്? കാഴ്ച എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ടൈമാണ് ഇന്റർനാഷണൽ മാച്ച് കാണാൻ വരുന്നത്. അപ്പം ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കളിക്കുന്നു, പിന്നെ സഞ്ജു കളിക്കുന്നുണ്ട്. വേൾഡ് കപ്പിന് മുന്നേയുള്ള ലാസ്റ്റ് മാച്ച് ഇന്ത്യൻ്റെ. അതിൻ്റെയൊക്കെ നോക്കുമ്പോൾ ഒരു ആവേശമുണ്ട്. എവിടുന്നാ പറഞ്ഞത്? ഞാൻ കണ്ണൂര്. ഓക്കെ. അപ്പോൾ അതായത് തിരുവനന്തപുരത്തുകാരുണ്ട്, തിരുവനന്തപുരത്താണ് മത്സരം. പക്ഷേ നമ്മൾ സംസാരിച്ചവരൊക്കെ എറണാകുളം, മലപ്പുറം, കണ്ണൂർ, അവർക്ക് അവരുടെ ആവേശമുണ്ട്. കാരണം ഇവിടെ നമ്മൾ ഈ കാണുന്നില്ലേ, ഈ കാണുന്ന ദൃശ്യങ്ങളല്ല, ഇതിന്ന് കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയാൽ അവിടുന്ന് ഇനിയും ആളുകൾ വരാണ്ട്. സാധാരണ 4 മണിക്കാണ് കാണികളെ അകത്തേക്ക് കയറ്റിവിടൂ എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് 3 മണി മുതൽ കാണികളെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം എന്താണെന്നറിയോ, ഇനി അത് 10,40,000 ടിക്കറ്റ് ഓൾറെഡി ടിക്കറ്റ് എല്ലാം സെയിലായി കഴിഞ്ഞു. 30,000 ടിക്കറ്റ് ആദ്യത്തെ 2 ദിവസം കൊണ്ട് തന്നെ സെയിലായി. അപ്പോൾ ബാക്കി ടിക്കറ്റ് എല്ലാം കൂടെ ഒരു 40,000-ത്തിനടുത്ത് സീറ്റിംഗ് കപ്പാസിറ്റി എന്നുണ്ടാവും, കാണികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ടിക്കറ്റ് അത്രയും വിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് കാണികളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എത്തുമ്പോൾ ആ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് 3 മണി മുതൽ ഗ്രൗണ്ടിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. ടീമുകൾ എത്തുന്നത് 5 മണിക്ക് ശേഷമായിരിക്കും. അതിനുശേഷം അവരുടെ ഒരു വാമപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം 7 മണിക്ക് മത്സരം തുടങ്ങും. 6:30 ടോസ്. TS ഹരികൃഷ്ണനാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. ഹരി, എന്തായാലും ഇനി ടീമിൻ്റെയൊക്കെ തന്നെ ഘടനയിലേക്ക് പോയി കഴിഞ്ഞാൽ അന്തിമ 11ലേക്ക് വരുമ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. പിച്ചിൻ്റെ സ്വഭാവമൊക്കെ നോക്കുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നേരത്തെ ഉള്ള കഴിഞ്ഞ കളിയിലൊക്കെ തന്നെ ഫോം ഉണ്ടായിരുന്ന ആളുകൾ, ബൗളർമാർ, ബാറ്റിംഗ് ലൈനപ്പിലൊക്കെയുള്ള മാറ്റങ്ങൾ അതൊക്കെ ഉണ്ടാകും. കാരണം മാത്രമല്ല അവസാന മത്സരമാണ്, പരമ്പര ഇന്ത്യ നേടിക്കഴിഞ്ഞ മത്സരമാണ്. അപ്പോൾ കുറച്ച് താരങ്ങൾക്ക് എന്തായാലും വിശ്രമം നൽകാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അന്തിമ ടീം പ്രതീക്ഷിക്കുന്നത് അതിന് സാധ്യതയുണ്ട്. പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ആദ്യത്തെ 3 മത്സരവും ജയിച്ച് ഇന്ത്യ ഓൾറെഡി പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു. പക്ഷേ 4ാമത്തെ മത്സരത്തിൽ ഒരു വലിയൊരു വിജയം നേടിയാണ് ന്യൂസിലാൻഡ് പരമ്പരയിലേക്ക് തിരിച്ചെത്തിയത്. ലോകകപ്പിന് മുമ്പേ തന്നെ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു പരമ്പരയാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ 5ാമത്തെ മത്സരത്തെ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ ഒരു വിജയത്തോടു കൂടി ലോകകപ്പിലേക്ക് പോവുക. ഇനി ഒരാഴ്ച മാത്രമേ ലോകകപ്പിന് സമയമുള്ളൂ. അപ്പോൾ അങ്ങനെ പോവുക എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെയും ന്യൂസിലാൻഡിന്റെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരമ്പര സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ ഒരു മസ്റ്റ് വിൻ മാച്ച് അല്ലെങ്കിലും ഒരു ലോകകപ്പിന് മുമ്പുള്ള വിജയിച്ചു പോവുക എന്ന ലക്ഷ്യത്തോടു കൂടി കളിക്കുന്ന മാച്ച് എന്ന സ്ഥിതിക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും വിശ്രമം നൽകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇതുവരെ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണുമാണ്. സഞ്ജു ആയിരുന്നു ബാറ്റിങ്ങിൽ ആദ്യത്തെ 4 മത്സരങ്ങളിലും പരാജയമായിരുന്നു. പക്ഷെ 5ാമത്തെ മത്സരം സഞ്ജു സാംസണ് വളരെ നിർണായകമാണ്. കാണികളൊക്കെ ആഗ്രഹിക്കുന്നത് സഞ്ജുവിന്റെ വലിയൊരു പ്രകടനം കാണണം എന്നുള്ളതാണ്. അതും ജന്മനാട്ടിൽ ഇന്ത്യൻ ജേഴ്സിയിൽ സഞ്ജു കളിക്കാൻ പോകുന്ന ആദ്യത്തെ കളിയാണ്. അപ്പോൾ സഞ്ജുവിൽ വളരെ പ്രതീക്ഷ ആരാധകർക്കുണ്ട്. ഇനി അഭിഷേക് ശർമ്മയ്ക്ക് ഒരു പക്ഷേ വിശ്രമം കൊടുക്കുകയാണെങ്കിൽ ഇഷാൻ കിഷൻ ആയിരിക്കും സഞ്ജു സാംസണൊപ്പം ഓപ്പൺ ചെയ്യുക. ഞാൻ ഇന്നലെ അവരുടെ പ്രാക്ടീസ് ശ്രദ്ധിച്ചപ്പോൾ സഞ്ജു സാംസണും ഇഷാൻ കിഷനും ഏറെ നേരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ച് 2 പേരും നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അഭിഷേക് ശർമ്മ ഇന്നലെ വൈകിട്ട് പ്രാക്ടീസിന് എത്തിയിരുന്നില്ല. മാത്രമല്ല മറ്റൊരു ചേഞ്ചിന് സാധ്യതയുള്ളത് ശ്രേയസ് അയ്യറാണ്. ശ്രേയസ് അയ്യറെ ടീമിൽ 11ൽ ഇടം പിടിക്കാൻ സാധ്യത കാണുന്നത് അതായത് ഇന്നലത്തെ പ്രാക്ടീസ് കണക്കിലെടുത്താൽ ഇന്നലെ ശ്രേയസ് അയ്യരും 1 മണിക്കൂറിലേറെ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇന്നത്തെ മത്സരം നടക്കുന്നത് ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചെന്നാണ് ക്യൂറേറ്റർ പറഞ്ഞിരിക്കുന്നത്. വടകര പിച്ചിലാണ് മത്സരം നടക്കുന്നത്. വടകരയിൽ നിന്ന് കൊണ്ടുവന്ന ക്ലേ ഉപയോഗിച്ചുണ്ടാക്കിയ പിച്ചാണ് വടകര പിച്ചെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ പിച്ചിലാണ് ഇന്ന് മത്സരം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു അന്താരാഷ്ട്ര മത്സരം വടകര പിച്ചിൽ നടക്കുന്നത് ഇതാദ്യമായിട്ടാണെന്നാണ് നമ്മുടെ അറിവ്. അപ്പോൾ അതിനു മുമ്പൊക്കെ നടന്നത് വടകര പിച്ചിലായിരുന്നില്ല. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത് ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചാണ് എന്ന് ക്യൂറേറ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം ഒരു 200-ന് മുകളിൽ സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ വൈകിട്ട് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നല്ല മഞ്ഞ് വീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷെ അത് പിച്ചിന്റെ സ്വഭാവത്തെ ബാധിക്കാൻ സാധ്യതയില്ല എന്നും വിലയിരുത്തുന്നുണ്ട്. ശരി, TS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സഞ്ജു കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്തിമ 11ൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുടെ ഭാരം പേറിയായിരിക്കും ഇറങ്ങുക. പ്രത്യേകിച്ച് ഹോം ഗ്രൗണ്ടാണ്. സഞ്ജുവിനെ ഇന്ത്യൻ ജേഴ്സിയിൽ അണിഞ്ഞുകൊണ്ടുള്ള ഒരു കളി കാണാൻ പോകുന്നതിൻ്റെ ആവേശവും ആരവവും ഒക്കെയുണ്ട്. മാത്രവുമല്ല ബാക്കിയുള്ള 4 മത്സരങ്ങൾ ഏറ്റവും അവസാനത്തെ 4ാമത്തെ മത്സരത്തിലാണ് കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് സഞ്ജുവിന് കളി കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അപ്പോൾ 5ാമത്തെ മത്സരത്തിൽ ഒരു വെടിക്കെട്ട് എല്ലാ മലയാളികളും എല്ലാ ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ട്.